ഭൂമിയുടെ ഉപരിതലത്തിനടിയിൽ ആഴത്തിലുള്ള ഭൂഗർഭ ഭാഗത്ത് സൂക്ഷ്മജീവികൾ നിറഞ്ഞ വിശാലമായ ജൈവമണ്ഡലം ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുകയാണ്. ആഴത്തിൽ ജീവിക്കുന്ന ഈ സൂക്ഷ്മാണുക്കൾ സൂര്യപ്രകാശമില്ലാതെ അതിജീവിക്കുന്നുവെന്നത് ഏറെ അത്ഭുതാവഹമാണ്. മാത്രവുമല്ല, ഭൂമിയിലെ ജീവൻ പ്രധാനമായും ഉപരിതലത്തിലും ആഴം കുറഞ്ഞ ഉപരിതല പാളികളിലും മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതാണെന്ന പതിറ്റാണ്ടുകളായുള്ള ശാസ്ത്രവിശ്വാസത്തെയും ഈ കണ്ടെത്തൽ തിരുത്തിക്കുറിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര ജിയോ മൈക്രോബയോളജിസ്റ്റുകളുടെ ഒരു സംഘം നയിച്ച 8 വർഷത്തെ ആഗോള പഠനത്തിന്റെ ഫലമായാണ് ഭൂഗർഭ ഭാഗത്തെ ജീവന്റെ വിശാലവും വൈവിധ്യവുമാർന്ന ആവാസ വ്യവസ്ഥ വെളിപ്പെട്ടത്. ഇത്തരം ചില ജൈവമണ്ഡലം ഉപരിതലത്തിലെ ആവാസ വ്യവസ്ഥകളോട് കിടപിടിക്കാൻ പോന്നതാണെന്നാണ് ഈ ഗവേഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞർ പങ്കുവയ്ക്കുന്നത്. സൂര്യപ്രകാശത്തിന്റെ സഹായമില്ലാതെ പാറകളിൽ നിന്നും ഭൂഗർഭ അറകളിലെ വാതകങ്ങളിൽ നിന്നും റേഡിയോ ആക്ടിവിറ്റിയിൽ നിന്നുമുള്ള രാസ ഊർജത്തെ ആശ്രയിച്ചാണ് ഭൂമിക്കടിയിലെ സൂക്ഷ്മജീവികൾ വളരുന്നതെന്ന് ഈ ഗവേഷകർ വ്യക്തമാക്കുന്നു. ഈ കണ്ടെത്തൽ ഭൂമിയിലെ ജീവനുകളെ കുറിച്ചുള്ള പൊതുധാരണ മാറ്റിയെഴുതുക മാത്രമല്ല, ചൊവ്വയടക്കമുള്ള മറ്റ് ഗ്രഹങ്ങളിലെ ജീവനെ കുറിച്ചുള്ള പഠനത്തിന് സഹായകമായി തീരുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഭൂമിയുടെ ആഴത്തിൽ ജൈവമണ്ഡലം നിലനിൽക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ച പഠനത്തിനായി ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഗവേഷണ സംഘം 50-ലധികം വിവിധ സ്ഥലങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. അതിൽ ആഴക്കടൽ, ജലവൈദ്യുത വെന്റുകൾ, ഭൂഗർഭ ഗുഹകൾ, ബോർഹോളുകൾ, നിഷ്ക്രിയ ഖനികൾ തുടങ്ങിയ വ്യത്യസ്തമാർന്ന ഭൂഗർഭ സംവിധാനങ്ങളും പരിതസ്ഥിതികളും ഉൾപ്പെടുന്നു. ഈ പഠനത്തിലൂടെ കരയ്ക്ക് താഴെ 4373 മീറ്റർ ആഴത്തിലും സമുദ്രനിരപ്പിന് താഴെ 491 മീറ്റർ ആഴത്തിലും ജീവിക്കുന്ന സൂക്ഷ്മജീവികളെ കണ്ടെത്തി. ഭൂമിക്കടിയിലേക്ക് പോകുന്തോറും ഊർജ്ജ സ്രോതസ്സുകൾ കുറയുന്നതിനാൽ ആഴമേറിയ ആവാസ വ്യവസ്ഥകളിൽ ജീവജാലങ്ങൾ കുറവായിരിക്കുമെന്നാണ് പരമ്പരാഗതമായി കരുതിയിരുന്നെങ്കിൽ ഈ പഠനപ്രകാരം ആഴം വർദ്ധിക്കുന്നതനുസരിച്ച് സൂക്ഷ്മജീവികളുടെ വൈവിധ്യവും ഏറി വന്നതായാണ് ഈ പഠനം അവകാശപ്പെടുന്നത്. ഈ പഠനത്തിന്റെ ഭാഗമായ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ചില ഉപരിതല പരിതസ്ഥിതികളെക്കാൾ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥ ആഴം കൂടുന്തോറും കാണാനായി. വുഡ്സ് ഹോൾ ഓഷ്യാനോഗ്രാഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രധാന ഗവേഷകനായ എമിൽ റഫ് പങ്കുവയ്ക്കുന്നു. ഏറ്റവും ആഴമേറിയ ഭൂഗർഭ അറകളിൽ അതിജീവിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജീവികൾ ആർക്കിയാഡൊമൈൻ എന്ന ഏകകോശ ജീവികളിൽ പെട്ടവയാണ്. ഈ വിഭാഗത്തിൽപ്പെട്ട സൂക്ഷ്മാണുക്കളിൽ ചിലത് 1000 വർഷത്തിനിടയിൽ ഒരിക്കൽ മാത്രമേ വിഭജിക്കപ്പെടുന്നുള്ളൂ. അതിനാൽ തന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സാവധാനത്തിൽ വളരുന്ന ജീവികളിൽ ഒന്നായി ആർക്കിയാഡൊമൈനിൽപ്പെട്ട സൂക്ഷ്മാണുക്കൾ കരുതപ്പെടുന്നു. ഊർജത്തിനായി സൂര്യപ്രകാശത്തെ ആശ്രയിക്കുന്ന ഭൗമോപരിതലത്തിലെ ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആഴത്തിലുള്ള ഭൂഗർഭ ഭാഗത്ത് വസിക്കുന്ന സൂക്ഷ്മാണുക്കൾ രാസപ്രവർത്തനങ്ങളിലൂടെ അവയുടെ ചുറ്റുപാടുകളിൽ നിന്നാണ് ഊർജം വേർതിരിച്ചെടുക്കുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഇങ്ങനെ ലഭ്യമാകുന്ന ഊർജമാണ് അവ ഭക്ഷിക്കുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്ന വാതകങ്ങളായ ഹൈഡ്രജനും മീഥൈനും ആഴത്തിലുള്ള പാറകളിൽ കാണപ്പെടുന്ന സൾഫർ, ഇരുമ്പ് സംയുക്തങ്ങൾ, താപവും രാസോർജവും ഉൽപ്പാദിപ്പിക്കുന്ന സർപ്പന്റനൈസേഷൻ പ്രതിപ്രവർത്തനങ്ങൾ, റേഡിയോ ആക്ടിവിറ്റി വികിരണങ്ങൾ എന്നിവ പോലും ഇത്തരം ജീവജാലങ്ങൾ ഊർജ സ്രോതസ്സുകളാക്കുന്നു. ലഭ്യമായ കുറഞ്ഞ ഊർജം ഉപയോഗിച്ചാണ് ഇത്തരം സൂക്ഷ്മാണുക്കൾ അതിജീവനം സാധ്യമാക്കുന്നത്. ഇത് ഇവയിൽ വളരെ മന്ദഗതിയിലുള്ള മെറ്റബോളിസത്തിനും ദീർഘായുസിനും കാരണമാകുന്നു. അതിനാൽ തന്നെ ഭൂമിക്കടിയിലെ ആഴത്തിലുള്ള പാറകളുടെ പാളികളിൽ കണ്ടെത്തിയ ചില സൂക്ഷ്മാണുക്കൾ ആയിരക്കണക്കിന് വർഷങ്ങളായി ജീവിച്ചിരിക്കുന്നവയാണ്. ഇവയുടെ ജീവൻ രൂപം കൊണ്ടിട്ട് വർഷങ്ങളേറെയായെങ്കിലും അവയ്ക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. എമിൽ റഫ് പങ്കുവയ്ക്കുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും വളരെ ആഴത്തിലുള്ള ഭൂഗർഭ പാളികളിൽ ജീവൻ കണ്ടെത്തിയതിന്റെ ഏറ്റവും ആവേശകരമായ വശങ്ങളിലൊന്ന് ഭൂമിക്കപ്പുറത്തുള്ള ഗ്രഹങ്ങളിലെ ജീവൻ കണ്ടെത്താനുള്ള അന്വേഷണത്തെ അത് ഏറെ സഹായിക്കും എന്നത് തന്നെയാണ്. ഭൂമിക്കടിയിൽ മൈലുകൾക്കപ്പുറം ജീവൻ കണ്ടെത്തിയെങ്കിൽ ചൊവ്വ, യൂറോപ്പ, എൻസലാഡസ് എന്നിവിടങ്ങളിൽ സമാനമായി മറഞ്ഞിരിക്കുന്ന ജൈവമണ്ഡലങ്ങൾ നിലനിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഗവേഷക സംഘം ചൂണ്ടിക്കാണിക്കുന്നു. കാരണം അന്യഗ്രഹങ്ങളിലെ ഉപരിതല സാഹചര്യങ്ങൾ ജീവൻ നിലനിൽക്കുന്നതിന് പ്രതികൂലമാണെങ്കിലും അവയുടെ ഉപരിതലത്തിനടിയിലുള്ള പരിതസ്ഥിതികൾ കൂടുതൽ സ്ഥിരതയുള്ളതായിരിക്കാമെന്നാണ് ഗവേഷകർ വിലയിരുത്തുന്നത്. ഭൂമിയിലെ ജീവനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്നത് ചൊവ്വയിൽ ജീവൻ ഉണ്ടായിരുന്നോ എന്നും അത് അതിജീവിക്കുന്നുണ്ടോ എന്നും കണ്ടെത്തുന്നതിനുള്ള മികച്ചയൊരു മാതൃകയാകും. എമിൽ റഫ് പറയുന്നു.
ചൊവ്വയുടെ ഉപരിതലത്തിനടിയിൽ ദ്രാവകജലം ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. യൂറോപ്പ എൻസെലാഡസ് പോലുള്ള ഹിമ ഉപഗ്രഹങ്ങളിൽ ഭൂഗർഭ താപപ്രവർത്തനങ്ങളാൽ ചൂടാക്കപ്പെടുന്ന ഉപഗ്രഹ സമുദ്രങ്ങൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഭൂമിയിൽ നിന്നും ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന പാറകളുടെ പാളികളിൽ സൂക്ഷ്മജീവികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അന്യഗ്രഹ സൂക്ഷ്മാണുക്കളും സമാന സാഹചര്യങ്ങളിൽ കാണപ്പെടുമെന്നും അവ ശാസ്ത്രം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അതിജീവിക്കാനും സാധ്യതയുണ്ടെന്നുമാണ് ഈ ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. എന്നിരുന്നാലും ഭൗമ ഉപരിതലത്തിൽ നിന്നും വളരെയധികം ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ജീവനുകളെ കുറിച്ചുള്ള വിശാലമായ പഠനങ്ങൾ ഇനിയും നടക്കേണ്ടതുണ്ട്. സമുദ്രോപരിതല പരിസ്ഥിതികളെ കുറിച്ച് വിപുലമായ പഠനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഗുഹകൾ, ആഴത്തിലുള്ള മണ്ണുപാളികൾ, ഭൂഗർഭ ജലാശയങ്ങൾ എന്നിവ ഇന്നും വലിയ തോതിൽ പര്യവേക്ഷണം ചെയ്യപ്പെടാതെ തുടരുകയാണ്. ഭാവിയിലെ ഡ്രില്ലിംഗ് ദൗത്യങ്ങളും ആഴത്തിലുള്ള ബയോസ്ഫിയർ പഠനങ്ങളും ഉപരിതലത്തിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന കൂടുതൽ നിഗൂഢതകൾ കണ്ടെത്താൻ സഹായിക്കുമെന്നാണ് ഗവേഷകർ പ്രതീക്ഷിക്കുന്നത്. ഭൂഗർഭ ഭാഗത്തെ ജീവന്റെ സാന്നിധ്യം ഭൂമിയുടെ ആഴമേറിയ ചരിത്രത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുക മാത്രമല്ല, അന്യഗ്രഹ ജീവികളെ കണ്ടെത്തുന്നതിനുള്ള കൗതുകമേറിയ യാത്രയ്ക്ക് ഈ കണ്ടെത്തൽ ഏറെ സഹായകമായി തീരുകയും ചെയ്യും. വാർത്തയുടെ നിറം തേടി തനി നിറം.